വെൽക്കം ടു മൈ ചാനൽ ഗായ്സ്. സോ നമ്മൾ ഇന്ന് ഒരാവശ്യമായിട്ട് ടെക്നോ പാർക്ക് വരെ പോവുകയാണ് ഗായ്സ്. സോ ഞാൻ ഇങ്ങനെ ദേവുവിനെ നോക്കിയിരിക്കുക. ഞാനും ദേവും കൂടെ രണ്ട് വലായിന്ന് കണ്ടില്ല, അപ്പോൾ ഞാനും ദേവും കൂടെ ഇന്ന് ടെക്നോ പാർക്ക് വരെ പോകുന്നത്. ഇവിടെ എല്ലാവരും നമ്മൾ നോക്കുന്നു. വളർത്തൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നും പറയാൻ പറ്റാത്ത അവസരമാണ്. നമ്മൾ ബി ബി ബേക്കറി സ്ഥിരം നമ്മൾ പറ്റുള്ളത് ബി ബി ബേക്കറി. അപ്പോൾ എല്ലാവരും വളത്തോട് പോകുമ്പം ബി ബി ബേക്കറി വന്ന് പറ്റി തീർക്കുക. എല്ലാവരും ബി ബി ബേക്കറി വന്ന് നാരങ്ങ വെള്ളം കുടിക്കുക, ഷാർജ ഷേക്ക് എല്ലാം അവൈലബിൾ അല്ലേ? നിങ്ങളെൻ്റെ ഇവിടെ ബ്ലോഗ് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത്. കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. അയ്യോ ഗൈസ്, എൻ്റെ പൊട്ട് പോയല്ലോ. ദൈവൂ കൊട്ടാരക്കരയിൽ ബസ്സിൽ വരുന്നതുകൊണ്ട് നമുക്ക് ദൈവൂനെ ഇങ്ങനെ നോക്കിയിരിക്കും. പെപ്സി എടുത്തിട്ടുണ്ട്, ഒരു പെപ്സി നമ്മുടെ കയ്യിലുണ്ട്. സോ welcome to this vlog today. Fun and enjoy vlog. कामाची मामा सैडडिका वना पिटिगा कादलिका तावरी कोटा बैना ഷൂ കണ്ടോ? ഇതെന്നെ കിരൺ വാങ്ങി തന്ന ഷൂ ആണല്ലോ. താങ്ക് യു കിരൺ. നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട. കിരൺ എൻ്റെ ബർത്ത്ഡേക്ക് ക്രോക്സ് വാങ്ങി തന്നു. ദോ വലായി ബസ് വരുന്നു. ആ വലായി ബസ് ഇവിടെ നിർത്തുമുണ്ടോ? ഓ ഗോഡ്, ഞാൻ വീണ്ടും പദ്ധതിക്ക അവസ്ഥയിലായല്ലോ ഗായ്സ്. ഓ ആ വലായിനകത്തുണ്ടോ എന്തോ അറിയത്തില്ല ഗൈസ്. നോക്കട്ടെ ആ വലായിനകത്തുണ്ടോ. ആ വലായി നമ്മൾ കിട്ടി ഗൈസ്. തുറക്കുന്നില്ല ചേട്ടാ, വല്ലായി ടിക്കറ്റ് എടുത്തോ? അത് ചെരുപ്പം വെച്ച് പൊട്ടുണ്ടോടി? എൻ്റെ പൊട്ടില്ല. ഈ ദേവതയുടെ കയ്യിൽ എല്ലാം സ്റ്റോക്കാണ്. കണ്ടോ ഒരു പൊട്ടിയിട്ട് കണ്ടോ. ബാക്കി വലയിലൊക്കെ അങ്ങ് വന്നോളും. ഞങ്ങൾ രണ്ടുപേരും ഉള്ളുണ്ട്. ഇവിടെ എവിടെ കൊണ്ടാ പൊട്ടിട്ടിരിക്കുന്നത് വയ്യാത്തവള്? ഗൈസ്, നമ്മളിന്ന് എവിടെയാണ് പോകുന്നത് രേവതി മോളെ? എവിടെ പോയി ഫുഡ് കഴിക്കാൻ? നോമ്പാണ്. എവിടെ പോയി ഫുഡ് കഴിക്കുന്നത്? അതിൻ്റെ അവിടെ പുറത്ത് ഫുള്ള് കടയുണ്ട്. ഇവിടെയുണ്ട്. ഉണ്ട്, ഇങ്ങോട്ട് വരുമ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും ഉണ്ട്. ഓ വഞ്ഞ ഫുഡാകത്ത്. അവിടുത്തെ ഫുഡൊന്നും എനിക്ക് ട്രിവാൻഡ്രം പോയാൽ സംസം നിർബന്ധമാണ്. കൊള്ളത്തില്ല. ഇന്നാള് പോയപ്പോഴെല്ലാം ഞാനല്ലേ ഇവളാന്ന് ഒരു പൊക്കും. സീരിയസ് ആയിട്ട് അടുക്കള വീടല്ല, അമ്മ വീട്. ഓർക്കുന്നുണ്ട്, മേലോട്ട് നോക്കൂ. ഫ്ലാഷ് ബാക്ക്. ഈച്ചയുടെ ഫ്രൈ ചെയ്തു. അത് ഈച്ച തന്നെയാണോ? അമ്മ വീട്ടിലെ ഫുഡിൽ ഈച്ച. 730 രൂപയുടെ 730 രൂപയുടെ മീൻ ഞാൻ കഴിച്ചില്ല. ഈച്ച. അപ്പം ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര തിരക്കായതുകൊണ്ടാ വീഡിയോ എടുക്കാം. ഞാൻ ഐശ്വര്യ ബേക്കറി എളമ്പല്ലൂർ കൊല്ലം കുണ്ട്ര. ഞങ്ങളിപ്പം ടെക്നോ പാർക്കിൽ പൊക്കോണ്ടിരിക്കുകയാണ്. നല്ലൊരു ദിവസമാണ് ഇന്ന്. അതെ നമ്മൾ പച്ച ലൈസ് കഴിക്കുന്നു, ഞാൻ റെഡ് ലൈസ് കഴിക്കും. കൂടെ നമ്മുടെ സ്വന്തം സോ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ഇങ്ങനെയാണെന്തോ. ഉച്ചയ്ക്ക് അങ്ങനെ ഇറങ്ങി എമ്പുന കാണാൻ പോയാലോ? അയ്യോ പൊക്കൂടാ, ക്യാമ്പിന് പോവാം. കഴക്കൂട്ടോ അതല്ല, ബോർഡ് ഇരിക്കുന്നുണ്ടോ? കട്ടായിക്കൂട്ടോ. ബോർഡ് നേരെ കഴക്കൂട്ടം നേരെ വിശന്നാ അത് ചോദിക്കും. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചെന്നേ പറയാവേ. ഈ പെണ്ണിനെ പറയാം. തീറ്റാന്നൊരു വിചാരേ ഉള്ളൂ എനിക്ക്. ഓക്കെ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ബൈ.
വിഷ്ണു യെസ് ഗൈസ്, ഞങ്ങളിപ്പോൾ ടെക്നോ പാർക്കിൽ ഗേറ്റ് ഏതാ, ഗേറ്റ് 1 ഞങ്ങൾ താണ്ട് ടെക്നോ പാർക്കിൽ വന്നു. എനിക്ക് തോന്നുന്നു രണ്ടോട്ടം ഇതിൻ്റെ അകത്തോട്ട് കയറി സൃഷ്ടിയാണോ? സൃഷ്ടി എവിടെ? പാസ് എടുക്കണോ? വാടി, പാസ് എടുക്കണോ? എടുത്തു തരാം, ബാ. 2 പേര്. പറയാം. ഫോട്ടോയോ? അവിടെ പോയി കിട്ടും. രേവതിയും നികിതയും. നമ്മളിപ്പം പൊക്കോണ്ടിരിക്കുക, എനിക്കങ്ങ് നെഞ്ചിരിക്കുന്നു ഗൈസ്. എന്തോ ആദ്യമായിട്ടൊരു പ്രോഗ്രാമിന് ഞങ്ങൾ അത് ടെക്നോ പാർക്കിൽ ഗൈസ്, ടെക്നോ പാർക്കിൽ നമുക്ക് ലുലു പോവാമേ. ഇത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഫുഡ് കഴിക്കാൻ ലുലു പോവാം. കോൾ കട്ട് ചെയ്തിട്ട് പറഞ്ഞ കാര്യമായി. അയ്യോ ശരിയാണല്ലോ, ലുലു പോവാം നമുക്ക് ഗൈസ്. ചുമ്മാതെ നിങ്ങളിതൊന്നും വിശ്വസിക്കണ്ട, ഞങ്ങളിങ്ങനെയൊക്കെ പറയും പോകുമ്പോൾ. വിളിച്ചൊന്നും ചോദിക്കാൻ ടെക്നോ പാർക്ക് ക്ലബ്ബ് താണ്ട് കണ്ടില്ലേ, ഇവിടെ സൃഷ്ടി കാണും. ഇതോ ഇരിക്കുന്ന വിഷ്ണുപ്രസാദ്. ചുമ്മാതാ ഇവിടുന്ന് അങ്ങടാ ഈ വിഷ്ണുപ്രസാദിനെ പോലില്ലേ അത് കണ്ടിട്ട്. സൃഷ്ടി എവിടെടാ? അതല്ലേ പറഞ്ഞ വിളിച്ചു ചോദിക്കാന്ന്. വേണ്ട, എനിക്ക് ഇഷ്ടമല്ല. പിന്നെ എങ്ങനെ അറിയാം? എന്തോ ഒരു ദേവി പോയി. ഐ നോട്ടീസ്ഡ്. അവനേതാ? മറ്റുള്ള ആൾ ചെയ്യേണ്ട ദേവി വഴികാട്ടാണ്. ഇതൊക്കെ വേറെ അത് ഇടണ്ടേ, മെൻഷൻ ദാറ്റ്. ഒന്നും കൂടെ തിരുവരി. ഇവിടുന്ന് അങ്ങോട്ടോ, ടെക്നോ പാർക്ക് ഹാർമണി അറ്റ് വർക്ക്. ഇതെന്തുവാ ഇത്? കൊള്ളാം ഇത്. ഓ, നമ്മളെ തട്ടിക്കൊണ്ട് വന്നാന്ന് തോന്നുന്നു. ദോണ്ടടി മണ്ടി. സൃഷ്ടിയാണോ? എൻട്രി ഫോർ മെമ്പേഴ്സ് ഓൺലി. കൊച്ചുപിള്ളേർ 8, 8, 9 അത് തന്നെ. അയ്യോ കുഞ്ഞു പിള്ളേർ. ഞങ്ങൾ സെക്ഷൻ കണ്ടക്ട് ചെയ്യാൻ വന്നതാ ഗൈസ്. കുഞ്ഞു പിള്ളേർ. സൃഷ്ടി എന്തിനകത്ത്? ടെക്നോ ക്ലബ് അല്ലേ ഉള്ളൂ, ടെക്നോ പാർക്ക് ക്ലബ്ബ്. ഓടിക്കോ. കാണാൻ പോയിരിക്കാൻ മതി നമുക്ക്. 4 ഗൈസ്, ടെക്നോ പാർക്ക്. വാവ്, ഫസ്റ്റ് എക്സ്പീരിയൻസ്. കാല് കാണുന്ന ഇവളുടെ ക്രോക്സ് അല്ല ഗൈസ്. ഇതാണ് ഗൈസ് വിത്ത്. ഗുഡ് മോർണിംഗ്. യൂട്യൂബ് ചാനൽ നോക്കണേ. ഗുഡ് മോർണിംഗ് ഫൺമർ ക്യാമ്പ്. ഹായ് പറ. Yeah, that is Vishnu Prasad. Vishnu Prasad is interesting motivational speaker in Techno Park company, inspiring head. So ഞങ്ങൾ one day സൃഷ്ടിയൊന്നുമല്ല, ഇൻസ്പയറാ. CEO ഈ ഇരിക്കുന്ന ഭയങ്കര കോമഡി മാൻ ആട്ടോ. മാറിപ്പോവേ ഈ ക്ഷണം സ്വയം വരം ഇവാള സംവരം ഈ ക്ഷണം സ്വയം വരം ഇവാള സംവരം വീടു പോലുലേനി തോടു വന്തി സ്വാഗതം ഈ ക്ഷണം സ്വയം വരം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, ടെക്നോ പാർക്കിൽ നിന്ന് ഇറങ്ങി. ഇപ്പം ഫുഡൊക്കെ കഴിച്ചു ഇറങ്ങി. ഞങ്ങളിപ്പം പോകാൻ വേണ്ടി നിൽക്കുകയാണ്. സോ വൈകിട്ട് രേവതിക്ക് ഒരു പ്രോഗ്രാം. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ദൈവമേ ഭയങ്കര അടിപൊളിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? സെക്ഷൻ നല്ല സെക്ഷനാണ്. ഞങ്ങൾ നെക്സ്റ്റ് മന്ത് ഒരു ക്ലാസ്സും കൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ സോ കം. ഇതാണെങ്കിൽ ഇങ്ങനെ സമ്മർ ക്യാമ്പ് നടക്കുന്നു. അപ്പോൾ സമ്മർ ക്യാമ്പ് നമ്മൾക്ക് ക്ലാസ് ഇങ്ങനെ സെക്ഷനിൽ ഇങ്ങനെ ഉണ്ട്. ട്രെയിനേഴ്സാണ്. സോ നമുക്കങ്ങനെ എടുത്ത് ചെയ്യാനുള്ള ഇതുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു കണ്ട്
ഇനി നമുക്ക് അടുത്ത മാസം, ഈ മാസം നമുക്ക് അതുകൊണ്ട് അടുത്ത മാസം 2 days ക്ലാസ് ഉണ്ട്. ഇവിടെ ടെക്നോ പാർക്കിൽ സൃഷ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ക്ലാസ് നടക്കുന്നത്. എല്ലാ കുട്ടികളും, ട്രിവാൻഡ്രത്തുള്ള എല്ലാ കുട്ടികൾക്കും ഇത് സമ്മർ ക്യാമ്പ് അവൈലബിൾ ആണ്. എനിക്ക് എന്തെങ്കിലും സമ്മർ ക്യാമ്പ് വേണമെങ്കിൽ സർ പ്ലീസ് കോൺടാക്ട് മീ. എൻ്റെ കോൺടാക്ട് നമ്പർ ഈ ബ്ലോഗിൻ്റെ താഴെ ഉണ്ട്. അപ്പം ആർക്കെങ്കിലും ക്യാമ്പ്, ട്രിവാൻഡ്രത്തുള്ള ആർക്കെങ്കിലും ക്യാമ്പിന് എന്തെങ്കിലും ഉണ്ട്, ക്യാമ്പ് വേണം, സമ്മർ ക്യാമ്പ് താല്പര്യമുണ്ടെങ്കിൽ സോ എന്നെ കോൺടാക്ട് ചെയ്തതിൻ്റെ അടിയിൽ നമ്മൾ ഓൾറെഡി സമ്മർ ക്യാമ്പിന് ഡീറ്റെയിൽസും അതിൻ്റെ കാര്യങ്ങളും കൊടുത്തേക്കാം. ഓക്കെ, അപ്പം നമ്മളിപ്പം പോവുകയാണ്. നമ്മുടെ കാൽക്കുലേറ്റ് കഴിഞ്ഞു. നമ്മൾ ജസ്റ്റ് ഇപ്പം പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഓക്കെ ഗായ്സ്, மாமா சைட் அடிக்க உன்னை பிடிக்க காதலிக்க